ഹായ്. ഇപ്പം നമ്മൾ അഗർവാൾ ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി നിൽക്കുകയാണ്. ഇനിയിപ്പം വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ കൊച്ചിക്ക് പോവുകയാണ് നമ്മൾ. പിന്നെ ചെന്നൈ ടു കൊച്ചി യാത്രയാണ് നിങ്ങൾ കാണാൻ പോണത്. ഓക്കെ, അപ്പോൾ കാണാം നമുക്ക് കേട്ടോ. നമ്മൾ ചെന്നൈ എയർപോർട്ട് എൻ്റെ പഠിക്കാത്തോട്ട് എന്നെ പഠിക്കാത്ത അവൻ്റെ പെട്ടിക്കകത്ത് വെക്ക് തൽക്കാലം. വർക്കിനെത്തണ്ട കേട്ടോ. ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിൽ വന്നു. നമ്മൾ ഈ ചെന്നൈ എയർപോർട്ടിൽ വരുമ്പം ടാക്സിയും കൊണ്ടൊക്കെയാണ് നമ്മൾ ശരിക്കും പെടും കേട്ടോ. ഇതേപോലെ പ്രൈവറ്റ് ലിങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ഡൊമസ്റ്റിക്കോ ഇൻ്റർനാഷണൽ എവിടെ വെച്ചാൽ അതിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ നമ്മൾ കുറേ പെടും. നമ്മുടെ നെടുമ്പാശ്ശേരി വഴി അത്ര ഈസി അല്ല. ഇപ്പം ഞങ്ങൾ പ്രൈവറ്റിലാണ് വന്നത്. ഇതുവരെ ശരിയായി. 9:25 ഫ്ലൈറ്റ് വെയിറ്റിംഗ്. നമ്മൾ മിക്കവാറും ബസ്സിലായിരിക്കും ഫ്ലൈറ്റ് കയറാൻ പോണേ. തലയടിക്കരുത്, തലയടിച്ചോലടിക്കരുത്. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണേ. ആ ഫ്ലൈറ്റ് ഉണ്ടോ? നമ്മൾ സെബനെ കാണാൻ പോകും. സെബ വിമാനത്തിൻ്റെ ഒച്ച കേട്ടോ, അടുത്ത നമ്മൾ ടണലിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇങ്ങനെ ഈ സൗണ്ട് കേൾക്കാനൊന്നും പറ്റില്ല. ഉണ്ടോ? താഴേക്ക് നോക്കാൻ വേണ്ടി കെറുപ്പമാണോ? കുറച്ച് കെടുക്കുന്നു. ഇരിക്കുന്നുണ്ടോ? ഇല്ല, ഇരുന്നോ. പോട്ടെ പോട്ടെ. ായിരിക്കാം. ഓക്കെ, എയർപോർട്ട് സ്റ്റാഫിൻ്റെ യൂണിഫോം. അത് ഒരു മഞ്ഞൊക്കെ എത്തുന്നുണ്ട്. എയർപോർട്ട് സ്റ്റാഫാണ്. എന്താണെന്ന് അറിയില്ല. എയർപോർട്ട് സ്റ്റാഫാണ്. അങ്ങനെ നമ്മൾ കൊച്ചി ലാൻഡായി. ഈ ടണൽ വഴി തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. ഒറ്റയ്ക്കാണെങ്കിൽ ഞാനെപ്പോഴും ഉപയോഗിക്കുന്നത് യാത്രി അല്ലെങ്കിൽ യൂബർ. ഉപയോഗിക്കാറില്ല. യാത്രി റാപ്പിഡോ ഒക്കെയാണ്. ഒറ്റയ്ക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നോക്കി, ഞങ്ങളിന്ന് മീൻസ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഒരു വണ്ടി ബുക്ക് ചെയ്ത് യാത്രി. അപ്പോൾ അത് നിങ്ങൾ കാണുന്നത്, ഞാനത് ശബ്ദം ഇടുന്നില്ല. അപ്പം ഞങ്ങൾ വണ്ടി കയറി, ഞങ്ങൾ ഡിക്കി അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ ആൾ എന്ത് ചെയ്തു,
അതായത് വണ്ടി കയറി ഞങ്ങളുടെ ലഗേജ് ഇപ്പോൾ കാണിച്ചു തരും. ഞങ്ങൾ ലഗേജൊക്കെ അതിനകത്ത് വെച്ചു. ലഗേജൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തു, പിന്നെ ഡിക്കി അങ്ങ് അടച്ചു. ഡിക്കി അങ്ങ് അടച്ചപ്പോൾ നോക്കും ഡിക്കി ശരിക്കും അടഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞത് അടഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അച്ഛനെ തുറക്കുവാണെങ്കിൽ ഒന്ന് അടയ്ക്കാൻ തോന്നും. അപ്പോൾ അയാളകത്തുനിന്ന് അയാളോടൊന്ന് ഇങ്ങ് കയറാൻ പറ, അയാളെ ഞെക്കി പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ടു. അത് കാര്യമാക്കിയില്ല, വണ്ടി കയറി. എന്നിട്ട് ഞാനത് അടച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് റൈസാകാൻ തുടങ്ങി. ഞാനത് അടച്ചതല്ലേ ചേട്ടൻ, പിന്നെ എന്തിനാണ് എൻ്റെ മുകളിൽ കയറാൻ പോയത്, എങ്ങനെ കുറേ പാടുകളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് റൈസായി വണ്ടി എടുക്കുന്നതിന് മുമ്പ് കേട്ടോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, വണ്ടിയിൽ നിന്ന് വേഗം ഇറങ്ങി. ഇറങ്ങിയ ശേഷമുള്ള സംസാരമാണ് നിങ്ങൾ കാണുന്നത്. അയാൾക്ക് 60 രൂപ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, 60 രൂപ നമ്മൾ കൊടുക്കാം, കാരണം ഇവർക്ക് എയർപോർട്ടിലേക്ക് വരുമ്പോൾ 60 രൂപയുണ്ട്. പക്ഷേ ഇയാൾ കാണിക്കുന്നത് വെറും മോശം പരിപാടിയാണ് കാണിക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇയാൾ ഈ കാണിച്ചു കൂട്ടുന്നത്. എന്താ പറയുക, 60 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മര്യാദയ്ക്ക് നമ്മൾ പിന്നെ കൊടുക്കാമെന്ന് വെച്ചാൽ അയാൾ ഡിക്കി തുറന്നില്ല. ഡിക്കി തുറക്കാതിരുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. പിന്നെ എന്നിട്ട് ഞാൻ ഇയാളോട് സംസാരിച്ചപ്പോൾ അപ്പോഴാണ് എന്നെ കാണുന്നത്. അയ്യോ ഒന്ന് വേഗം ചേച്ചിനോട് കയറാൻ പറ, മോനോട് കയറാൻ പറ, കാഴ്ചയില്ലാത്ത ആളെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മര്യാദയിൽ അപ്പം സംസാരിക്കുന്നു. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന ആ ചേട്ടൻ വന്നു, ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. എന്താണല്ലേ ഓരോ മനുഷ്യരുടെയും ഓരോ കൾച്ചറില്ലായ്മ. അങ്ങനെ അവസാനം നമ്മളുടെയൊക്കെ വാഗ്വാദത്തിന് പുള്ളിക്കാരനത് തുറന്നു തന്നു കേട്ടോ. അപ്പോൾ തന്നെ അച്ഛനെ ഇപ്പോൾ പോയത് പേ ചെയ്യാൻ വേണ്ടി 60 രൂപ അച്ഛൻ കൊടുത്തു. ആ സമയത്ത് ഞാനും നേരത്തെ വന്ന ആ ചേട്ടനും കൂടെ ഡിക്കി ഇതിന്ന് സാധനങ്ങളൊക്കെ ഇറക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അവൻ്റെ ഫേസ് നിങ്ങൾ കണ്ടില്ലേ, അതാണ് അവൻ്റെ ഫേസ്. പിന്നെയും ഭയങ്കര തണ്ടായി. ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ദൈവമേ കസ്റ്റമേഴ്സിനെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഒരു ജോലിയിൽ തുടർന്ന് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ കസ്റ്റമേഴ്സാണ് നമ്മുടെ എല്ലാം, അല്ലേ? ശരിയല്ലേ? അപ്പം അങ്ങനെയുള്ളപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര മോശമല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യും, കാണുന്നവർ. ടു ബാഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ യാത്രയിൽ നിന്ന് ഇത്തരം ഒരു മോശം അനുഭവം എനിക്കുള്ളത്. യാത്രയിൽ നിന്നല്ല, അല്ലെങ്കിൽ ആ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണ് ഒരു ഓൺലൈൻ ടാക്സിയിൽ നിന്ന് ഇത്തരം മോശം ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. എന്തായാലും ഇനി ഈ വ്യക്തി നിങ്ങളൊരു നോട്ട് ചെയ്ത് വെച്ചോ, ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം. ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. എൻ്റെ ലൈഫിലുള്ളത് ഞാൻ ഷൂട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കും. അതുകൊണ്ട് ഞാൻ ഇതും കാണിക്കുന്നത്. എൻ്റെ ലൈഫിലുണ്ടായി എനിക്കുണ്ടായ ഒരു മോശം അനുഭവമാണ്. ഇത് ആരുടെയും താറടിച്ച് കാണിക്കാനോ ആരെയും മോശം പറയാനോ എന്നുള്ള ചെയ്ത വീഡിയോ അല്ല. എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. അത്രേ എൻ്റെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയില്ലേ, എത്ര ദിവസമായി ഇതൊക്കെ ആയിരിക്കും. ദൈവമേ, എന്തപ്പാ പരിശോധിക്കാൻ പോവാ. പരാതി പറയാ എന്തടി ആന്നേ പിന്നെ വേണേ ഇട്ടിട്ട് പോയോ അപ്പ അതാ ടെൻഷൻ്റെ അടുത്ത് മുള്ളിയുടെ കാര്യമൊക്കെ ഇട്ടു. ഇത് പോയോ? വാഷ് പേജല്ല, പാവട്ടോ. എന്തൊക്കെ ഒരു സ്പെഷ്യൽ വെച്ചിരുന്നു. എന്നാടി പെണ്ണെ, എന്താ ചെയ്യേണ്ടത് നമുക്ക് ഊഹം കിട്ടുന്നില്ല. അയ്യോ ആ എന്ത് കൊച്ചിന് സന്തോഷമായോ? ശബമോക്ക് സന്തോഷമായോ? എൻ്റെ ഡെമ്മേൻ്റെ ശുണ്ടി പെണ്ണാണോ ഇത്? ആ വീട്ടിൽ നീളത്തിലും കുറുകിലൊക്കെ ആ വിട്ടിട്ട് പോയോ? അയ്യോ ഇട്ട് പോയാപ്പ
ഇട്ടിട്ട് പോയോ ഇങ്ങനെ? ഉം? അമ്മേ നീളത്തിലും കുറുകയൊക്കെ കരയുന്നേ. ബാ കഴിക്കാം, ബാ ഇവിടെ ഉണ്ട്, കഴിക്കാൻ ഇവിടെ ഉണ്ട്. എന്റെ സെബാ, ഒരു പ്രത്യേകതരം കച്ചിലവി. ആ എല്ലാവരെയും വിളിച്ച് ഇവിടെ കൊണ്ടിരുത്തുക. തോന്നുന്നത് എന്തായിരുന്നു കുർത്തക്കേടൊക്കെ കാണിച്ചോണ്ടിരുന്നത്? അങ്ങനൊക്കെ എന്തായിരുന്നു പരിപാടി? ആ പെട്ടി അപ്പത്തേ പാവം സെബയുടെ അവരെ ഇത് കണ്ടില്ലേ, എന്താല്ലേ മൃഗമാണേലും അതിൻ്റെ ഒരു സ്നേഹമായി. എല്ലാവരും പറയും പൂച്ചകൾക്ക് സ്നേഹമില്ലെന്ന്, ചുമ്മാതെയാ, നല്ല സ്നേഹമാണ് പൂച്ചകൾക്ക്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ.